Saving time. A bus leaves Ernakulam at 6 in the morning and reaches Thiruvananthapuram at 12 noon, running 40 km per hour on average. To reach 1 hour earlier, by how much should the average speed be increased? അതായത് ഒരു ബസ് രാവിലെ 6 മണിക്ക് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്നു, തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുന്നു. ഇതിൻ്റെ ആവറേജ് സ്പീഡ് 40 km/h ആണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ ഈ ബസ്സിൻ്റെ ആവറേജ് സ്പീഡ് എത്രയായിരിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ നേരത്തെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ്സിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടി നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും ആവശ്യമാണ്. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ആദ്യം നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ബസ് രാവിലെ 6 AM പുറപ്പെട്ടിട്ട് 12 PM തിരുവനന്തപുരം എത്തിയിട്ടുള്ളത്. 6 AM to 7 AM 1 ഹവറും 7 AM to 8 AM 1 ഹവറും 8 AM to 9 AM 1 ഹവറും 9 AM to 10 AM 1 ഹവറും 10 AM to 11 AM 1 ഹവറും 11 AM to 12 AM 1 ഹവർ. അങ്ങനെ ടോട്ടൽ 6 ഹവേഴ്സാണ് ഉള്ളത്. സോ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 6 ഹവേഴ്സ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ദാറ്റ് ഈസ് 40 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ 6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ അതിനു വേണ്ടി നമുക്ക് ബൈ 6നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഇൻറ്റു 6 ആകും. ദാറ്റ് ഈസ് 40 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. 40 ഇൻറ്റു 6 240 ആണ്. Therefore 240 is equal to total distance. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്റേഴ്സ് ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 240 കിലോമീറ്റേഴ്സ് എന്ന് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 മണിക്കൂർ നേരത്തെ എത്തേണ്ട ആവറേജ് സ്പീഡാണ്. ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് 240 കിലോമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. ടോട്ടൽ ടൈം അത് 1 മണിക്കൂർ നേരത്തെയാണ് എത്തേണ്ടത്. ടോട്ടൽ ടൈം 6 ഹവേഴ്സാണ് സാധാരണ ഉള്ളത്. പക്ഷേ 1 മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ 6ൽ നിന്നും 1 മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 6 മൈനസ് 1 ദാറ്റ് ഈസ് 5 ഹവേഴ്സ്. അപ്പോൾ ഡിസ്റ്റൻസും ടൈമും കിട്ടി. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ദാറ്റ് ഈസ് 240 കിലോമീറ്റർ ബൈ 5 ഹവർ. ദാറ്റ് ഈസ് 48 km/h. സോ 1 മണിക്കൂർ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ബസ് സഞ്ചരിക്കേണ്ട ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 48 km/h ആണ്. നോർമലി ബസ്സിനുണ്ടായിരുന്ന സ്പീഡ് 40 km/h ആയിരുന്നു. 1 മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ ബസ്സിനുണ്ടായിരിക്കേണ്ട സ്പീഡ് 48 km/h ആണ്. സോ 48 മൈനസ് 40 8 km/h സ്പീഡാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. Railway station. Abu boarded a bus 7 in the morning. Usually the bus travels 30 km/h on average to reach the railway station at 11. But since it was raining, the bus could run only 20 km/h on average. Abu got down from the bus at 9, got a car and reached the station at 11 itself. വാട്ട് വാസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ? അതായത് അബു സാധാരണയായി രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് 30 km/h ആവറേജ് സ്പീഡുള്ള ഒരു ബസ്സിൽ കയറിയാൽ 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നാൽ ഒരു ദിവസം മഴയായതുകൊണ്ട് ബസ്സിൻ്റെ ആവറേജ് സ്പീഡ് 20 km/h ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അബു അതിൽ നിന്നും 9 മണിക്ക് ഇറങ്ങി. എന്നിട്ട് ഒരു കാറിൽ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ 11 മണിക്ക് തന്നെ എത്തി. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും അതിനെടുത്ത ടൈമും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതി നോക്കാം. യൂഷ്വലി അപ്പോൾ ബസ്സിലാണ് ട്രാവൽ ചെയ്തിരുന്നത്. ടോട്ടൽ ടൈം 7 to 11 വരെയുള്ള ടൈമാണ്. 7 to 8 വരെ 1 ഹവറും 8 to 9 വരെ 1 ഹവറും 9 to 10 വരെ 1 ഹവറും 10 to 11 വരെ 1 ഹവറും. അങ്ങനെ ടോട്ടൽ 4 ഹവേഴ്സാണ് ഉള്ളത്. സോ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബസ് യൂഷ്വലി ഈസ് ഈക്വൽ ടു 4 ഹവേഴ്സ്. യൂഷ്വലി ഉള്ള ബസ്സിൻ്റെ ആവറേജ് സ്പീഡും തന്നിട്ടുണ്ട്. സോ ആവറേജ് സ്പീഡ് ഓഫ് ബസ് യൂഷ്വലി ഈസ് ഈക്വൽ ടു 30 km/h. ഇതിൽ നിന്നും നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ടു റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കാം.
That is, average speed of bus usually is equal to total distance to railway station by time taken by bus usually. That is, 30 is equal to total distance to railway station by 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ടു റെയിൽവേ സ്റ്റേഷനാണ്. അതിനുവേണ്ടി ബൈ 4നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. ദാറ്റ് ഈസ് 30 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ടു റെയിൽവേ സ്റ്റേഷൻ. ദാറ്റ് ഈസ് 120 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ടു റെയിൽവേ സ്റ്റേഷൻ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ടു റെയിൽവേ സ്റ്റേഷൻ ഈസ് ഈക്വൽ ടു 120 കിലോമീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് റെയിനിങ്ങിലുള്ള കേസ് നോക്കാം. റെയിനിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ആദ്യം ബസ്സിൽ ട്രാവൽ ചെയ്തിരുന്നു, പിന്നെ കാറിലും ട്രാവൽ ചെയ്തു. ആദ്യം നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്തിരുന്ന ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 7 to 9 വരെയുള്ള ടൈമാണ്. കാരണം 7 to 9 വരെയാണ് അബു ബസ്സിൽ യാത്ര ചെയ്തത്. 7 to 8 വരെ 1 അവറും 8 to 9 വരെ 1 അവറും. അങ്ങനെ ടോട്ടൽ 2 അവർ ആണ് അബു ബസ്സിൽ ട്രാവൽ ചെയ്തത്. ദാറ്റ് ഈസ് ടൈം ടേക്കൺ ബൈ ബസ് ഈസ് ഈക്വൽ ടു 2 hours. ആവറേജ് സ്പീഡ് ഓഫ് ബസ് റെയിനിങ്ങിൻ്റെ സമയത്ത് 20 km/h ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആവറേജ് സ്പീഡ് ഓഫ് ബസ് ഈസ് ഈക്വൽ ടു 20 km/h. ഇതിൽ നിന്നും ബസ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി ഇവിടെ. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് ബസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ബൈ ബസ്. ദാറ്റ് ഈസ് 20 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ബൈ 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്സാണ്. അതിനുവേണ്ടി ബൈ 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇൻറ്റു 2 ആകും. ദാറ്റ് ഈസ് 20 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്. ദാറ്റ് ഈസ് 40 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ ആണ്. സോ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ഈസ് ഈക്വൽ ടു 40 km എന്നെഴുതാം. പിന്നീട് അപ്പോൾ കാറിലാണ് ട്രാവൽ ചെയ്തത്. സോ കാറിൻ്റെ കേസ് നോക്കാം. കാറിൽ ട്രാവൽ ചെയ്ത ടൈം 9 to 11 ആണ്. സോ 9 to 10 വരെ 1 അവറും 10 to 11 വരെ 1 അവർ. അങ്ങനെ ടോട്ടൽ ടൈം 2 ആണ്. സോ ടൈം ടേക്കൺ ബൈ കാർ ഈസ് ഈക്വൽ ടു 2 hour. കാറിൻ്റെ ആവറേജ് സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ആവശ്യമാണ്. നമുക്ക് ടൈം മാത്രമേ അറിയുള്ളൂ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. കാറിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്നും ബസ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ടു റെയിൽവേ സ്റ്റേഷൻ മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ്. ദാറ്റ് ഈസ് 120 km മൈനസ് 40 km. ദാറ്റ് ഈസ് 80 km. അപ്പോൾ കാറ് എടുത്ത ടൈമും കാറ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കിട്ടി. ഇനി നമുക്ക് കാറിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് കാർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ബൈ കാർ. ദാറ്റ് ഈസ് 80 km by 2 hours. ദാറ്റ് ഈസ് 40 km/h.